സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ജഡിക പാപത്തിൽ നിബന്ധിച്ചാൽ എന്നതിനെ കുറിച്ചാണ്. വിശുദ്ധ യൂദാസ്ലീഹ എഴുതിയ ലേഖനത്തിലെ 7-ാമത്തെ തിരുലിഖിതം. അതുപോലെ തന്നെ സോദോമിനെയും ഗൊമോറായെയും അവയെ അനുകരിച്ച് ജഡികാസക്തിയിലും വ്യഭിചാരത്തിലും ഒഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് നമുക്ക് ഒരു ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മണിക്കൂർ ദൈവകൃപയുടെ മണിക്കൂറാണ്. ജീവിതത്തിൻ്റെ ബഹുമുഖമായ തിരക്കുകളിൽ നിന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇതാ ദൈവരാജ്യത്തിൻ്റെ ദൂതുകൾക്ക് വേണ്ടി പിതാവായ ദൈവം നമ്മെ തൊട്ടുണർത്തിയിരിക്കുകയാണ്. ഈ നിമിഷം അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും നമുക്ക് വാഗ്ദത്തമുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ നിന്നാണ് ഇത് എഴുതുന്നത്. ഞങ്ങൾ കുടുംബസമേതം എല്ലാ ഞായറാഴ്ചയും ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിൽ തുടർച്ചയായി പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ വലിയ സന്തോഷവും സമാധാനവും ഈ ദൈവവചന ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ കർത്താവിന് സ്തുതിയും മഹത്വം അർപ്പിക്കുന്നു. എനിക്കിപ്പോൾ വയസ്സ് 55. ഏതാണ്ട് 35 വർഷമായി എൻ്റെ വായിൽ അൾസർ പോലെ കുരുക്കൾ വരികയും ഒരുപാട് വേദന അനുഭവിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. പല മരുന്നുകൾ കഴിച്ചു, എങ്കിലും ഒരു പ്രയോജനമുണ്ടായില്ല. 2010 ജൂൺ 6-ാം തീയതിയിലെ അഭിഷേകാഗ്നി പരിപാടിയിൽ അച്ഛൻ വേദനയിൽ ആശ്വാസം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ യേശുവിനോട് എൻ്റെ വേദനയിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് വായു തുറന്ന് സ്തുതിക്കാൻ പറ്റില്ലായിരുന്നു, അത്രയ്ക്കും വേദനയായിരുന്നു. 8 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വായിലുള്ള എല്ലാ കുരുക്കളും പരിപൂർണമായി അപ്രത്യക്ഷമായി യേശു എന്നെ സുഖപ്പെടുത്തി. പിന്നീട് ഇന്ന് വരെ എൻ്റെ വായിൽ അൾസർ സംബന്ധമായ ആ രോഗപീഠ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. 35 വർഷമായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദനയാണ് കർത്താവ് എൻ്റെ അധരത്തിൽ നിന്ന് പരിപൂർണമായി എടുത്തു മാറ്റി എനിക്ക് സൗഖ്യം തന്നത്. യേശുവിന് മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നു. ആലി സൈമൺ കോട്ടയത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്ക്, 35 വർഷമായി വായിൽ അൾസർ, കുരുക്കൾ, വാ തുറക്കാൻ പറ്റാത്തത്ര വേദന. 55 വയസ്സുള്ള ഈ സഹോദരി 35 വർഷത്തോളം ഈ വേദന ജീവിതത്തിൽ വേറിയവരാണ്. എന്നാൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ദൈവമക്കളോട് ചേർന്ന് യേശുവേ യേശുവേ എന്ന് വിളിച്ച് ആരാധിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ശരീരത്തിൽ നിന്ന് രോഗത്തിൻ്റെ കെട്ടുകളഴിഞ്ഞ് അത്ഭുതമായ ഒരു വിടുതൽ സംഭവിച്ച് ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവമായ കർത്താവിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്താം. ദൈവത്തിൻ്റെ ആത്മാവ് വലിയ വിടുതലിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സൗഖ്യത്തിൻ്റെ ആത്മാവാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ വിടുതലിൻ്റെ ആത്മാവേ, ഓ അത്ഭുതത്തിൻ്റെ ആത്മാവേ, ഓ വചനത്തിൻ്റെ ആത്മാവേ, ഓ സൗഖ്യത്തിൻ്റെ ആത്മാവേ, ഇപ്പോൾ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകമായി പടരണമേ, പടരണമേ പരിശുദ്ധാത്മാവേ. വിടുതലിനാത്മാവേ നിറയണമേ. ഹോളി സ്പിരിറ്റ്. അഗ്നി
ഇതൻ അഭിഷേകമായി പടരണമേ. വ്യാപരിക്കണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. Holy Spirit. കൃപയാൽ ജ്വലിപ്പിക്കണേ. Holy Spirit. പാപമെല്ലാം ചാമ്പലാക്കണമേ. അത്ഭുത അഭിഷേകം. കൃപയാൽ ജ്വലിപ്പിക്കണേ. ഇപ്പോൾ വ്യാപരിക്കട്ടെ. നീ അഭിഷേകമേ. അഭിഷേകം. നീ അഭിഷേകമേ. കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ. പരിശുദ്ധാത്മാവേ. നീ അഭിഷേകമേ. നീ അഭിഷേകമേ. കാറ്റായി വീശണമേ. നീ കാറ്റായി വീശണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ആത്മാവിന്റെ ഉന്നതമായ അഭിഷേകത്തിനൊരു ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ക്ഷീണമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്, വിശ്വാസം മങ്ങിപ്പോയവരുണ്ട്, ഇപ്പോൾ പലതരത്തിലുള്ള ജോലികൾ കഴിഞ്ഞ് ക്ഷീണിച്ച് അവശരായി ശുശ്രൂഷയിലേക്ക് ചേരുന്നവരുണ്ട്. മകനെ മകളെ ഇപ്പോൾ വലിയ ആഗ്രഹത്തോടെ ആത്മാവിന്റെ ഉന്നത അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞ ആത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവേ. നിറഞ്ഞ ആത്മാവേ പ്രാർത്ഥിക്കുന്നു. നിറയണമേ. കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വലിയ ആഗ്രഹത്തോടെ ജ്വാലയായി മാറണമേ. പരിശുദ്ധാത്മാവേ ഒരു ജ്വാലയായി മാറണമേ. ഭക്തിയ സ്നാനം ചെയ്യണമേ. പുതു സൃഷ്ടിയായ എന്നെ മാറ്റണമേ. ഭക്തിയ സ്നാനം ചെയ്യണമേ. പുതു സൃഷ്ടിയായ എന്നെ മാറ്റണമേ. സാക്ഷിയായി ഉയർത്തണമേ. ഒരു സാക്ഷിയായി ഉയർത്തണമേ. നീ അഭിഷേകമേ. കരങ്ങൾ ഉയർത്തി. നീ അഭിഷേകമേ. രണ്ട് കൈകൾ ഉയർത്തി. കാറ്റായി വീശണമേ. പരിശുദ്ധാത്മാവേ കാറ്റായി വീശണമേ. ഇപ്പോൾ വ്യാപരിക്കണമേ. നീ അഭിഷേകമേ. നീ അഭിഷേകമേ. കാറ്റായി വീശണമേ. ഈ കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ. ഈ കാറ്റായി വീശണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ക്ഷീണങ്ങൾ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ആത്മീയ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. അവിശ്വാസ പീഡകൾ യേശു നാമത്തിൽ ശാസിക്കുന്നു. ദൈവമക്കളെ ഓരോ സാഹചര്യങ്ങളോട് കടന്നു വന്ന് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാരത്തിൻ്റെയും വേദനയുടെയും സംശയത്തിൻ്റെയും നിരാശയുടെയും കുറ്റബോധത്തിൻ്റെയും ആത്മഹത്യാ ചിന്തയുടെയും ഒരുപാട് തരത്തിലുള്ള മനോവിഷമങ്ങളുടെയും അരിവുകളെയും ശക്തികളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറട്ടെ. ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മ നിറയട്ടെ. ചിന്താ മണ്ഡലങ്ങളിലേക്ക് പരിശുദ്ധാത്മ നിറയട്ടെ. കുഞ്ഞു മക്കളെ ഇപ്പോൾ പരിശുദ്ധാത്മ പൊതിയട്ടെ. യുവതി യുവാക്കന്മാരെ പരിശുദ്ധാത്മ ഇപ്പോൾ വലയം ചെയ്യട്ടെ. ഓരോ കുടുംബനാഥനെയും സമൂഹത്തിലെ ഓരോ അംഗങ്ങളെയും പരിശുദ്ധാത്മാവെ ഇപ്പോൾ സ്പർശിക്കണമേ. ഹൃദയങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ആത്മാവിന് ഉണർവ് നൽകണമേ. ഓ പരിശുദ്ധാത്മാവെ അന്തരംഗങ്ങളെ തട്ടി ഉണർത്തണമേ. എല്ലാം മന്ത്രതയും വിട്ടുപോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദേശത്തെ ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കാൻ സാത്താൻ ഉദ്യമിക്കുമ്പോൾ ആ ദേശത്ത് സാത്താൻ വളരെ കൗശലപൂർവം വളർത്തിയെടുക്കുന്നൊരു തിന്മയാണ് ശരീരത്തെ അശുദ്ധമാക്കുന്ന പാപം. ശരീരത്തിൻ്റെ അശുദ്ധി. ആത്മീയ അഭിഷേകത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഓരോ ദൈവ പൈതലും, വിശുദ്ധ ജീവിതത്തെ ഗൗരവമായി എടുക്കുന്ന ഓരോ ദൈവ പൈതലും, നിത്യജീവനെ കാക്ഷിക്കുന്ന ഓരോ ദൈവ പൈതലും തൻ്റെ ജീവിതത്തിൽ സാത്താൻ നിത്യജീവന് കെണികൾ വെക്കുന്ന മേഖലയെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇന്ന് അനേകം ബാലികാ ബാലന്മാർക്കും യുവതീ യുവാക്കന്മാർക്കും അനേകം ദൈവമക്കൾക്ക് പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് ജഡിക പാപത്തിന്റെ മേഖല. ഞാൻ ജഡിക പാപത്തിൽ നിബന്ധിച്ചാൽ എനിക്ക് വരുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് അനേകം ദൈവമക്കൾ കാര്യമായി കണക്കാക്കുന്നില്ല. ഹല്ലേലൂയ. ഈ മണിക്കൂറിൽ നാം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒരു വ്യക്തി ജഡിക പാപത്തിൽ നിബന്ധിച്ചാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന വലിയൊരു തകർച്ചയാണ്. ആ ക്ഷണം മുതൽ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനവും കാഴ്ചപ്പാടും ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. വേറൊരു വാക്കി പറഞ്ഞാൽ, ഒരു ദൈവ പൈതലിന്റെ കണ്ണു പൊട്ടിക്കുന്ന പാപമാണ് ജഡിക പാപം. ഞാനും നിങ്ങളും സ്വർഗഭോഗത്തിലോ സ്വയം ഭോഗത്തിലോ വ്യഭിചാരത്തിലോ മദ്യപാനത്തിലോ ഇങ്ങനെയുള്ള ജഡിക പാപത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ, അശ്ലീലത്തിന്റെയും ലൈംഗിക അരാജകത്വത്തിന്റെയും ഏതെങ്കിലും മേഖല നിബന്ധിച്ചാൽ ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മ നമുക്ക് വെളിപ്പെടുത്തരുകയാണ്, ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ അന്തരംഗം വേറിട്ട് പോകും. ദൈവത്തെ അറിയാൻ കഴിവില്ലാത്തൊരു അന്തരംഗമായി നമ്മുടെ അന്തരംഗം രൂപാന്തരപ്പെടും. കൊറിന്തോസുകാർക്ക് 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3-4 തിരുലിഖിതങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ നാം കാണുന്നുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഹല്ലേലൂയ. നോക്കുക, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അശുദ്ധ പാപത്തിലേക്ക് വീഴുമ്പോൾ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന ആദ്യത്തെ തകർച്ചയാണ് ആന്തരിക നേത്രങ്ങൾ കുരുടായി പോകും. പിന്നെ പ്രാർത്ഥിക്കാൻ ചെന്നാൽ പ്രാർത്ഥിക്കാൻ ഉണർവ് കിട്ടുകയില്ല. പിന്നെ ദൈവവചനം കേൾക്കാൻ ചെന്നാൽ ദൈവവചനം കേട്ടാൽ മനസ്സിലാവുകയില്ല. ദേവാലയത്തിലേക്ക് പോയാൽ വിശുദ്ധ കുർബാനകളും കുംഭസാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും അരോചകമായി നമുക്ക് അനുഭവപ്പെടും. സന്ധ്യാപ്രാർത്ഥനയോട് ഒട്ടും താല്പര്യമില്ലാതെയാകും. വ്യക്തിപരമായ ജീവിതത്തിന് വിശുദ്ധി, വ്യക്തിപരമായ ജീവിതത്തിന് ചിട്ടയും ക്രമവും ഡിസോർഡറായി പോകും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള അഭിഷേക ശക്തിയെയും അത് ദുർബലപ്പെടുത്താൻ സാത്താൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിയെ കൗശലപൂർവം ജഡിക പാപത്തിന്റെ ബന്ധനത്തിലേക്ക്, ജഡിക പാപത്തിന്റെ ആ അന്ധകാരത്തിലേക്ക് സാത്താൻ നിബന്ധിപ്പിക്കുന്നു എന്നുള്ളത് ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന സമയത്ത് പറയുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി ജഡിക പാപം നിബന്ധിച്ചാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന 2 തിന്മകളാണ്. ഒന്ന്, ആ വ്യക്തിയുടെ ഹൃദയം അന്ധതയിലേക്ക് ആണ്ടുപോകും. സ്വർഗം, നരകം ഇങ്ങനെയുള്ള നിത്യസത്യങ്ങളെ കുറിച്ച് കാഴ്ചപ്പാടില്ലാത്തവനെ പോലെ ആ വ്യക്തി അന്ധതയിലേക്ക് ആണ്ടുപോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനൊരു പരിചയമുള്ളൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ഒരു നല്ല പെൺകുട്ടി. ആ പെൺകുട്ടി ചെറുപ്പം തൊട്ട് വിശുദ്ധിയിലും ദൈവകൃപയിലും കൂദാശ ജീവിതത്തിലും മുൻപന്തിയിലായിരുന്നു. വീട്ടിലും ഇടവകയിലും മാതൃകാപരമായൊരു പെൺകുട്ടി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് അത് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് പോയി. ബാംഗ്ലൂർ പട്ടണത്തിൽ ചെന്ന് അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടി മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായി പ്രേമബന്ധത്തിൽ കുടുങ്ങി. അങ്ങനെ കുറച്ച് മാസങ്ങൾ ആ പ്രേമബന്ധത്തിൽ തുടർന്നു. വ്യഭിചാരത്തിലും പാപത്തിലും അശുദ്ധിയിലും ജീവിച്ചു. അതിനുശേഷം ചില പ്രത്യേക കാരണങ്ങളാൽ ബാംഗ്ലൂരിലുള്ള സ്ഥാപനത്തിൽ നിന്നും ആ കുട്ടി ഡിസ്മിസ് ചെയ്യപ്പെട്ടു. അങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് വലിയ സങ്കടമായി. മാതാപിതാക്കൾ ആ കുട്ടിയുമായി ഇതാ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു. ഞാൻ ആ കുട്ടിയെ കണ്ടു. എനിക്ക് വളരെ പരിചയമുള്ള വീട്, എനിക്ക് വളരെ അടുപ്പമുള്ള കുടുംബം. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, കുട്ടി ഇങ്ങനെ അശുദ്ധ പാപത്തിൽ ജീവിച്ചാൽ കുട്ടിയുടെ ആത്മാവ് നരകത്തിൽ പോകില്ലേ? കുട്ടി ഇങ്ങനെ വിശുദ്ധിയില്ലാത്തവരെയും വിശ്വാസമില്ലാത്തവരെയും കല്യാണം കഴിച്ചാൽ കുട്ടിക്ക് പിന്നെ പള്ളിയിൽ പോകാനോ കുർബാന സ്വീകരിക്കാനോ പറ്റുമോ? കുട്ടി മരിച്ചാൽ ദേവാലയത്തിലെ സിമിത്തേരിൽ അടക്കം ചെയ്യാൻ പറ്റുമോ? കുട്ടിയുടെ ആത്മാവിന്റെ നിത്യത എവിടെയായിരിക്കും? ഇങ്ങനെ ആത്മാവിനെ കുറിച്ചും ആത്മാവിന്റെ നിത്യതയെക്കുറിച്ചും ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ യാതൊരു കൂസലുമില്ലാതെ ആ കുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ, സ്വർഗവും നരകവും ഒക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കിപ്പോൾ അച്ഛനൊരു കാര്യം ചെയ്താൽ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. എനിക്ക് അയാളെ ഒന്ന് കെട്ടിച്ചു തരാൻ വേണ്ടി അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കും. നോക്കുക, ആ കുട്ടിയുടെ ആത്മാവിന്റെ നിത്യതയെക്കുറിച്ചോ
ആ കുട്ടിക്ക് വരാനിരിക്കുന്ന നിത്യനാശത്തെക്കുറിച്ചോ ആ കുട്ടി തെല്ലും ഗൗനിക്കുന്നില്ല. ഇതാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി ജഡിക പാപത്തിലേക്ക് നിബന്ധിച്ചാൽ നിത്യസത്യങ്ങളെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോകും. ഒരു കാക്ക ശവം തിന്നാൻ തുടങ്ങിയാൽ ആദ്യം തന്നെ അതിൻ്റെ കണ്ണ് കൊത്തിപ്പറിക്കുന്നു, പിന്നെ ബാക്കിയുള്ള ഭാഗം തിന്നാൻ തുടങ്ങും. ഇതുപോലെ ജഡിക പാപത്തിന്റെ അരൂപി ഒരു വ്യക്തിയിൽ പ്രവേശിച്ചാൽ ആ വ്യക്തിയിൽ ഈ ജഡിക പാപത്തിന്റെ ആത്മാവ് ആദ്യം ചെയ്യുന്നത് ദൈവത്തെ അറിയാനുള്ള കഴിവ് നശിപ്പിച്ചു കളയും. നിത്യസത്യങ്ങളെക്കുറിച്ച് അന്ധതയുള്ള ഒരു വ്യക്തിയായി ആ വ്യക്തി മാറും. തിരുസഭയെക്കുറിച്ച് ഒരു പരിജ്ഞാനമില്ലാത്ത വ്യക്തിയായി മാറും. വിശുദ്ധ കൂദാശകളെക്കുറിച്ച് ഒരു ബോധ്യമില്ലാത്ത വ്യക്തിയായി മാറും. പ്രാർത്ഥനയെക്കുറിച്ചും ആത്മാവിന്റെ നിത്യതയെക്കുറിച്ചും ഒരു കാഴ്ചപ്പാടില്ലാത്ത വ്യക്തിയായി ആ വ്യക്തി രൂപാന്തരപ്പെടും. ഒരു വ്യക്തി ജഡിക പാപത്തിൽ നിബന്ധിച്ചാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ തകർച്ചയാണ് ദൈവിക കാര്യങ്ങൾ ഒരു തമാശയായിട്ട് തോന്നാൻ തുടങ്ങും. ദൈവിക കാര്യങ്ങളെ കാണുമ്പോൾ, ആത്മീയ ശുശ്രൂഷകളെ കാണുമ്പോൾ, ധ്യാനം, പ്രാർത്ഥന, വചനം, ടെലിവിഷനിലുള്ള വചന പ്രഭാഷണങ്ങൾ, വിശുദ്ധ കൂദാശകള്, കുംഭസാരം, വലിയാഴ്ച, 50 നോമ്പ്, 25 നോമ്പ്, സന്ധ്യാപ്രാർത്ഥന, പ്രഭാത ജപങ്ങൾ, ജപമാല, ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് പുച്ഛം തോന്നും. അവരുടെ ഉള്ളിൽ അതിനോട് പരിഹാസം തോന്നും. അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്തവരെ പോലെ, ഒരു പരിജ്ഞാനം ഇല്ലാത്തവരെ പോലെ അവർ വ്യാപരിക്കാൻ തുടങ്ങും. ഇത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം, ലോത്തിന്റെ കുടുംബത്തിൽ ദൈവം ഇറങ്ങി വന്ന് വരാനിരിക്കുന്ന വലിയ തകർച്ചയെക്കുറിച്ച്, സൊദോം ഗൊമോറ പട്ടണങ്ങളെക്കുറിച്ച്, പട്ടണങ്ങൾ അഗ്നിക്കിരയാക്കി ചാമ്പലാകുമെന്ന് ലോത്തിനെ അറിയിച്ച്, അങ്ങനെ ലോത്ത് തൻ്റെ മക്കളെ കല്യാണം കഴിക്കാനിരുന്നവരെ വീട്ടിൽ ചെന്ന്, മക്കളെ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ വേഗം തയ്യാറെടുക്കുക, നമ്മൾ ഈ പട്ടണത്തിന് പുറത്തേക്ക് കിടക്കണം, ഈ പട്ടണം ഇത് നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഇങ്ങനെ ലോത്ത് മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ അവരുടെ പ്രതികരണം ശ്രദ്ധിച്ചു നോക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 14-ാമത്തെ തിരുലിഖിതം. ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടു പോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ ലോത്തിന്റെ പുത്രിമാരെ കല്യാണം കഴിക്കാനിരുന്ന ആ ചെറുപ്പക്കാരുടെ മനസ്ഥിതി കണ്ടപ്പോ എഫേസൂസ് ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങളിൽ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മ നൽകിയ മുന്നറിയിപ്പ് അവരുടെ മേൽ യാഥാർത്ഥ്യമായതായിട്ട് കാണുകയാണ്. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതിയരെ പോലെ ജീവിക്കരുത്. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും അവർ ആവേശത്തോടെ മുഴുകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് അവർക്ക് സംഭവിച്ച വലിയൊരു തിന്മ. മനസ്സ് മരവിച്ച് ദൈവത്തിന്റെ ജീവൻ അകറ്റപ്പെട്ട് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞൊരവസ്ഥയിൽ അവർ നിബന്ധിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ അവസ്ഥയിൽ അവർ നിബന്ധിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് ദൈവിക കാര്യങ്ങൾ തമാശയായിട്ട് തോന്നുകയാണ്. ഒരു ആത്മീയ പ്രഭാഷണം കേൾക്കുമ്പോൾ തമാശ തോന്നുകയാണ്. ഒരു വിശുദ്ധ കൂദാശയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വില തോന്നുന്നില്ല. വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ട കാര്യം വില തോന്നുന്നില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിലെത്തേണ്ട കാര്യം വില തോന്നുന്നില്ല. കൂടെ കുമ്പസാരിക്കേണ്ട കാര്യം വില തോന്നുന്നില്ല. ജപമാല ചൊല്ലേണ്ട കാര്യം വില തോന്നുന്നില്ല. അവർക്കെല്ലാം തമാശ തോന്നുകയാണ്. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്നും പ്രിയ പൈതലെ നീ അകറ്റപ്പെട്ട് കഴിഞ്ഞു എന്ന് നീ അറിഞ്ഞുകൊള്ളുക. ജഡിക പാപത്തിൽ നിബന്ധിച്ചാൽ സംഭവിക്കുന്ന 3-ാമത്തെ തകർച്ചയാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം. തങ്ങളുടെ ദൈവത്തിന്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർബോധം അവരിൽ കുടികൊള്ളുന്നു. അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല. ഈ പാപം ചെയ്യുന്ന ആ ക്ഷണം മുതൽ ഈ പാപത്തിന്റെ ഭൂതം, ഈ പാപത്തിന്റെ ദുർബോധം, ദുരാത്മാവ് ആ വ്യക്തിയെ കീഴടക്കുകയാണ്. പിന്നെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി പോകാനുള്ള ഒരു താല്പര്യം ആ വ്യക്തിയുടെ അന്തരംഗത്തിൽ തോന്നുന്നില്ല. ഹല്ലേലൂയ. ദൈവിക കാര്യങ്ങളോടൊരു അകൽച്ച, ഒരു വിരസത, ഒരു നീരസം, ഒരു എതിർപ്പ്, മല്ലടിക്കുന്ന പ്രകൃതം അയാളുടെ അന്തരംഗത്തിൽ അയാൾക്ക് അനുഭവപ്പെടുകയാണ്.
ഈ നിമിഷങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓ ദൈവമേ, ഈ സമൂഹത്തിൽ ഇപ്പോൾ ഈ ഒരു തിന്മയ്ക്ക് അടിമപ്പെട്ട് ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ട്, പ്രാർത്ഥന നഷ്ടപ്പെട്ട്, ദൈവാനുഭവം നഷ്ടപ്പെട്ട്, ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ട്, വചനാഭിഷേകം നഷ്ടപ്പെട്ട്, വിശ്വാസം നഷ്ടപ്പെട്ട്, ആത്മീയമായി മരവിച്ച് മരക്കുറ്റി പോലെ ആയി തീർന്നിരിക്കുന്ന ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും അന്ധതയുടെയും മരവിപ്പിൻ്റെയും ഭാരത്തിൻ്റെയും പീഡയുടെയും അരൂപികളെയും ശക്തികളെയും അവിടുന്ന് ഇപ്പോൾ തകർക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിനെ, ഇപ്പോൾ ജീവിതം എന്തവസ്ഥയാണോ ആ അവസ്ഥയിലേക്ക് യേശുവിനെ രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു, യേശുവേ. മരണത്തെ ജയിച്ചവരെ ഈശോയേ, മരണത്തെ ജയിച്ചവരെ ഈശോയേ, മരണത്തെ ജയിച്ചവരെ കർത്താവായി അധിപതിയായി യേശുവേ, കർത്താവായി അധിപതിയായി ഹൃദയങ്ങളിലേക്ക് വരണമേ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ. അത്ഭുതമായ വിടുതൽ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ, തലമുറകൾക്കെന്നും അവകാശം, സമൂഹങ്ങളിൽ വിടുതൽ വ്യാപരിക്കട്ടെ. വിടുതൽ യേശുനാമത്തിൽ തലമുറകൾക്കെന്നും അവകാശം, യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ വിടുതൽ, യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ വിടുതൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ മകനെയും മകളെയും ഓ ദൈവമേ അങ്ങയുടെ അരൂപി കൊണ്ട് നിറയ്ക്കണമേ. പീഡിപ്പിക്കുന്ന എല്ലാ പീഡകശക്തിയും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. അഭിഷേക ശക്തി നിറയട്ടെ, യേശുനാമ ശക്തി നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. ജോബിന്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം. പ്രകാശത്തിൻ്റെ വഴി പരിചയിക്കുകയോ അതിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർക്കുന്ന ചിലരുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം 11-ാം തിരുലിഖിതം. ദുശാഠ്യക്കാരൻ ഒരുവനെ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. ഈ നിമിഷങ്ങളിൽ പ്രിയ മക്കളെ, രണ്ട് കരങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ദുശാഠ്യം വെടിഞ്ഞ് ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലൂടെ വന്ന എല്ലാ അന്ധകാര പീഡകളും ജീവിതത്തിൽ എന്നേക്കുമായി വിട്ടൊഴിയാൻ ആഗ്രഹിച്ച് സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയുടെ നാമത്തെ, യേശു എന്ന നാമത്തെ ഇപ്പോൾ എല്ലാവരും ഉറക്കെ വിളിക്കട്ടെ. മുട്ടുമേൽ നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് കണ്ണുകൾ ഉയർത്തി എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് യേശുവേ, യേശുവേ, യേശുവേ ഉറക്കെ ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. മനസ്സ് തുറന്ന് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. യേശു നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. എൻ്റെ പേര് സാവിത്രി അമ്മ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. തൃശ്ശൂരിൽ നിന്ന് സാവിത്രി അമ്മ സാക്ഷ്യപ്പെടുന്നതാണ്. എൻ്റെ വയറ്റിലെ 2 കൊല്ലമായി പിന്നെ പിത്തസഞ്ചിയിൽ കല്ലുണ്ടായിരുന്നു. അത് മരുന്ന് കഴിച്ച് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ കഴിക്കണമെന്ന്, എന്നാലേ മാറുള്ളൂ എന്ന് പറഞ്ഞു.
പിന്നെ അതിന് 60,000 ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷന് 60,000 ഉറുപ്പിക. അപ്പം എനിക്കില്ല, എൻ്റെ കയ്യിൽ 60,000 ഉറുപ്പ്യ ഇല്ല. അപ്പോൾ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ പറഞ്ഞു അട്ടപ്പാടിയിൽ വന്നപ്പോൾ അവരുടെ വയറ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു, അത് പോയിന്ന്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ അട്ടപ്പാടിക്ക് വരാൻ തീരുമാനിച്ചു. ഇവിടെ വന്ന് 5 പ്രാവശ്യം വന്നു ധ്യാനം കൂടി. 5 തവണ അട്ടപ്പാടിയിൽ വന്ന് യേശുവേ എന്ന് പറഞ്ഞ് 5 തവണ പ്രാർത്ഥിച്ചു. അപ്പോഴോ ഇപ്പം ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വയറ്റിൽ മുഴയില്ല. ഹല്ലേലൂയ.